യോഗ പദ്ധതി എന്ന് പറഞ്ഞാൽ ആത്മാവ് പരമാത്മാവുമായിട്ട് കണക്റ്റ് ആവും. ഇങ്ങനെ ബോധത്തിലൂടെ. അതാണ് ഏറ്റവും വലിയ യോഗ. അല്ലെങ്കിൽ ഒറ്റക്കാലെ നിൽക്കുന്നതും തലകുത്തി നിൽക്കുന്നതും അതൊക്കെ എന്തിനു വേണ്ടിയാണ്? മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ്. അതായത് യോഗാസനം എന്ന് പറഞ്ഞാൽ ഇരുത്തം വരുത്തുക. നമ്മൾ ശരീരത്തെ ആദ്യം ഇരുത്താൻ പഠിക്കുക. ഒരിടത്ത് കുറേ നേരം നമ്മൾ വിചാരിക്കുന്ന അത്രത്തോളം നേരം നമ്മളെ ഇരുത്താൻ നമ്മൾ പഠിപ്പിക്കുക. അങ്ങനെ ഇരുത്താൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും ഇരിക്കും. നമ്മൾ ഓടിച്ചാടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സും അതേപോലെ ഓടിച്ചാടി കളിക്കും. അപ്പോൾ ശരീരത്തെ നമ്മൾ നിയന്ത്രിക്കുകയാണെങ്കിൽ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ശരീരത്തെ മനസ്സിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ആഗ്രഹത്തെ നിയന്ത്രിക്കാൻ പറ്റും. ആഗ്രഹത്തെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ബോധത്തെ നിയന്ത്രിക്കാൻ പറ്റും. അപ്പോൾ ബോധത്തെ ഭഗവാനിലേക്ക് സന്നിവേശിപ്പിക്കാൻ പറ്റും.